പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട വിധി വന്നു. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആ വിധിയുടെ സ്വഭാവം കൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരായ നീക്കം നടത്തിയ രണ്ട് സംഘടനകൾ, ആ സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ വന്ന ഫണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായി വിനിയോഗിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ FCR റദ്ദാക്കി. മാത്രമല്ല, അവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് വന്ന ഒരു 16 കോടി രൂപ തടഞ്ഞു വെക്കുകയും ചെയ്തു. ഈ നടപടി ചോദ്യം ചെയ്ത് ഈ സംഘടനകളുടെ പേര് ഞാൻ പറയാം. ഒന്ന്, കേരള സോഷ്യൽ സർവീസ് ഫോറം. രണ്ട്, സേവ് എ ഫാമിലി. ഈ രണ്ട് സംഘടനകൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു, ഈ സംഘടനകൾ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു. കാരണം രാജ്യത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു തുറമുഖം വിഴിഞ്ഞത്ത് വരാൻ തീരുമാനമെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വലിയ സമരമുണ്ടായി എന്ന് മാത്രമല്ല, 2022 നവംബർ 27 26-ാം തീയതി അറസ്റ്റ് ചെയ്ത 4 മത്സ്യത്തൊഴിലാളികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഏതാണ്ട് 3000-ഓളം വരുന്ന ജനക്കൂട്ടം വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസ് ജീപ്പ് തകർത്തു, കത്തിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 40 പോലീസുകാർക്ക് പരിക്കേറ്റു. ഏതാണ്ട് 3000-ഓളം പേർക്ക് എതിരെ കേസെടുത്തു. പക്ഷേ ഒരൊറ്റയാളെ അറസ്റ്റ് ചെയ്തില്ല. അവിടെ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ കത്തോലിക്ക വൈദികർ നടത്തി. രാജ്യത്തിനെതിരെ പ്രസംഗിച്ചു, വിദേശത്തു നിന്ന് ഫണ്ട് കിട്ടുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അതുമാത്രമല്ല, അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാനെക്കുറിച്ച് ഫാദർ തിയോഡോഷ്യസ് ഡിക്രോസ് എന്ന് പറയുന്ന വൈദികൻ പറഞ്ഞ അവൻ്റെ പേര് കേട്ടാൽ തന്നെ അവൻ ഭീകരനാണെന്നറിയാം. അബ്ദുൾ റഹ്മാൻ എന്നുള്ള പേര് കേട്ട എന്നുവരെയുള്ള പ്രസംഗം നടത്തി. വല്ലാതെ വൈദികർ ഇടപെട്ട് നടത്തിയൊരു സമരം. എന്തായിരുന്നു പ്രശ്നം? വിഴിഞ്ഞത്ത് തുറമുഖം വരാൻ പാടില്ല. വിഴിഞ്ഞത്ത് തുറമുഖം വരാൻ പാടില്ല എന്നുള്ളത് കത്തോലിക്ക സഭയുടെ താല്പര്യമല്ല. വിഴിഞ്ഞത്ത് വലിയൊരു തുറമുഖം വന്നാൽ സ്വാഭാവികമായി കപ്പലുകൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായ തുറമുഖമാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ, ഏതാണ്ട് 18 കിലോമീറ്റർ മാത്രം അകലത്താണ് തുറമുഖം. കൂറ്റൻ കപ്പലുകൾ, മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്ത് വന്നെടുക്കാം. അപ്പോൾ ശ്രീലങ്ക, ദുബായ് അടക്കമുള്ള അന്താരാഷ്ട്ര തുറമുഖങ്ങൾക്ക് ഭീഷണിയാകും ഈ വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് അതിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ആ സമരം നടക്കുമ്പോൾ ഈ രണ്ട് സംഘടനകൾ അവരുടെ പക്കൽ വന്ന 11 കോടിയിൽ നിന്ന് വലിയൊരു തുക ഈ സമരക്കാർക്ക് കൊടുത്തു എന്ന പേരിലാണ് അവരുടെ FCR റദ്ദാക്കിയത്. ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു, സമരക്കാർക്ക് അങ്ങനെ കാശ് കൊടുത്തു എന്നതുകൊണ്ട് അതൊരു അക്രമം നടത്താനുള്ള പ്രേരണയായി എന്ന് പറയാൻ പറ്റില്ല എന്ന് കണ്ടിട്ടാണ് അത് FCR റദ്ദാക്കിയ നടപടി സ്റ്റേ ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ അക്കൗണ്ടിൽ 2022 മുതൽ ഫ്രീസ് ചെയ്തിരുന്ന 16 കോടി രൂപ കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതേപോലെ തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ കൂടംകുളത്ത് ഒരു ആണവ നിലയം വരുന്നു. ആണവ നിലയത്തിനെതിരെ അവിടുത്തെ ഇടന്തക്കരൈ എന്ന് പറയുന്ന സ്ഥലത്തെ, തിരുനെൽവേലി ജില്ലയിലാണ്, ലേഡി ഓഫ് ലൂർദ്സ് എന്ന് പറയുന്ന പള്ളിയുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ക്രിസ്ത്യൻ സ്പോൺസേഡ് സമരമായിരുന്നു. കടലിൽ മത്സ്യത്തൊഴിലാളി മുഴുവൻ നശിച്ചു പോകും, മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വലിയ സമരം. പക്ഷേ ജയലളിത അതിനെ അതിശക്തമായി കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേസെടുത്തു, അടിച്ചൊതുക്കി. ജയലളിതയെ പോലെ തൻ്റെ ഇടത്തോടെ കൈകാര്യം ചെയ്തൊരു നേതാവില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റെറിലൈറ്റ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ പ്രവർത്തനത്തിന് നേരെ വലിയ തോതിൽ ഇതേപോലെയുള്ള ആളുകൾ സമരം ചെയ്തു. കമ്പനി പൂട്ടി. നേരത്തെ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ രാജ്യം ഇന്നിപ്പോൾ ചെമ്പ് ഇറക്കുമതി ചെയ്യുക. അപ്പോൾ രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖല, രാജ്യത്തിൻ്റെ വികസനം, സാമ്പത്തിക വികസനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ചില ഗ്രൂപ്പുകൾ, ചില മതസംഘടനകൾ ശ്രമം നടത്തുന്നുണ്ട് എന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. എൻ്റെ പക്കൽ റിപ്പോർട്ടിൻ്റെ കോപ്പിയുണ്ട്. പക്ഷേ നമ്മൾ വളരെ പെട്ടെന്ന് സംസാരിക്കുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ അത് ഈ സയൻസ് എന്ന് പറഞ്ഞ മാസികയ്ക്ക് വേണ്ടിയിട്ട് പല്ലവ് ബാഗ്ല എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ മൻമോഹൻ സിംഗിനെ ഇൻ്റർവ്യൂ ചെയ്തു. കൂടംകുളം നിലയമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം.
അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാനും അത് അട്ടിമറിക്കാനും വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് സമരം നടത്തേണ്ടത്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ കൂടംകുളം സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നുണ്ട് ആ വാർത്ത. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ആ വാർത്ത കൊടുത്തില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള രണ്ട് സംഘടനകളാണ് ഈ പറഞ്ഞ സംഘടനകൾ. ഇവർ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കേരള ഹൈക്കോടതിക്കും തർക്കമില്ല. പക്ഷേ അത് കൊടുത്തതാണ് ഇതിനു വേണ്ടി അതുകൊണ്ടാണ് ഈ അക്രമം നടന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊരു ന്യായം പറഞ്ഞ് കേരള ഹൈക്കോടതി ഈ FCRA സ്റ്റേ ചെയ്ത നടപടി ലിഫ്റ്റ് ചെയ്തത്, മാറ്റിയത് ഒരാശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ആശങ്ക മാത്രമല്ല, അത് ഒരു ജുഡീഷ്യറിയുടെ ഒരു ദുരൂഹതകൾ നിറഞ്ഞ വിധിയാണിത്. ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ജഡ്ജാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഒരു നല്ല ജഡ്ജാണ്, പൊതുവിൽ നല്ല ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT തോമസ് ആയിരുന്നു. കേരള ഹൈക്കോടതിയിലെ മാന്യന്മാരായ ജഡ്ജിമാരിൽ ഒരാളാണ് ബെച്ചു കുര്യൻ തോമസ്. അദ്ദേഹം അവധാനതയോടെ പഠിക്കാതെ ചെയ്തൊരു വിധിയാണ്. ഞാനിപ്പോൾ കുമാര തെല്ലവൻ സാറിനെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നത് മാധ്യമപ്രവർത്തകൻ, ബാർക്കിൽ ജോലി ചെയ്ത ആൾ. ഇത് മാത്രമല്ല, അദ്ദേഹം അഭിഭാഷകനും കൂടിയാണ്. അങ്ങനൊരു റോൾ കൂടിയുണ്ട്. ഒരു ജഡ്ജിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഫെയർ ക്രിറ്റിസിസം ജഡ്ജിനെ അല്ല, ജഡ്ജ്മെന്റിന്. അപ്പൊ ഇത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന സഹായം, FCRA രജിസ്ട്രേഷനുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം ചാരിറ്റി വർക്കിനും പിന്നെ അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്നാണ് വയ്പ്. ഇത് ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനമാണോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. പിന്നെ അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയ റിപ്പോർട്ട് വളരെ വെയ്ഗാണ് എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അവർക്കിപ്പോൾ ഒരു മനുഷ്യൻ്റെ സോഴ്സ് വെളിപ്പെടുത്തില്ല. അവർക്ക് അത്രമാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അതും കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത റിപ്പോർട്ടിൽ അവർ പേര് വെച്ചിട്ടുണ്ടാവും, സോഴ്സ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് അത് സുപ്രീം കോടതിക്ക് കൊടുക്കുമ്പോൾ പേരോ അതുപോലെ സോഴ്സോ പറയില്ല. കാരണം അവരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. മാന്യതയുടെ പുറത്ത് ആരും ചോദിക്കില്ല. അത് മാത്രമല്ല, ഇൻ്റലിജൻസ് ബ്യൂറോ തന്നെ പ്രവർത്തിക്കുന്നത് ബോർഡ് പോലും ഇല്ലാത്ത ഓഫീസുകളിലാണ്. അതെ, അവർ യൂണിഫോം ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. എനിക്കറിയാം, കൊച്ചിയിലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസ് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്ക് പോലും അതാണ് IBയുടെ ഓഫീസ് എന്നറിയില്ല. അവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലും ഇല്ല. അവർക്ക് ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുക, അത് മാത്രമാണ് അവരുടെ ചുമതല. ഇൻ്റലിജൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ അവർക്ക് അവരുടെ കേന്ദ്രത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അതവർ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോവും പിന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുമാണ് 2019 മാസങ്ങൾക്ക് മുമ്പ് ഈ ശ്രീലങ്കയിലെ കൃത്യമായി സ്ഫോടനം നടക്കുന്നത് തൊട്ട് മുമ്പ് പോലും അറിയിച്ചു. എന്നിട്ട് ശ്രദ്ധിച്ചില്ല, അവർ നടപടി എടുക്കാത്തതുകൊണ്ടാണ് അവിടെ ആ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു ഏജൻസി പേര് വെളിപ്പെടുത്തിയിട്ടില്ല, അല്ല അവരുടെ റിപ്പോർട്ട് വെയ്ഗാണ് എന്നുള്ള തരത്തിൽ അതിനെ തള്ളിക്കളഞ്ഞത്, അത് ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഖേദകരം എന്ന വാക്ക് ഉപയോഗിക്കാൻ എനിക്കിഷ്ടം. എന്താ ഖേദകരം എന്നുള്ള വാക്കാണ്? ഖേദകരം. അത് ഖേദകരമാണ്, പരിതാപകരമാണ്, ദുഃഖകരമാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെപ്പറ്റി പറയാം. പക്ഷെ ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഈ നടപടി, ഈ വിധി. കാരണം ഇവർക്ക് ഈ സമരത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ആ സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടന്ന സമരമാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ നടന്ന സമരമാണ്. ആ ഗവൺമെൻറ് അങ്ങനെ ഒരു സമരം നടത്താനായിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വഴി ലൈസൻസ് നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ പൈസ മുടക്കുന്നത് അത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇത് സുനിലിനറിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1959 വിമോചന സമരം ഫൈനാൻസ് ചെയ്തത് CIA ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സമ്മതിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പുസ്തകം വന്നിട്ടുണ്ട് അല്ലേ? അത് ജോസഫ് മെക്കാർത്തി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സെനറ്ററുടെ മനസ്സിൽ ഉദിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം ആണ് ഈ വിമോചന സമരത്തിന് വഴിതെളിച്ചത്.
മെക്കാർത്തിസം എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയാസ്പദമായ ആൾക്കാരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളായിട്ട് മുദ്ര ആക്കി. ഇപ്പം മെക്കാർത്തിസം ഇല്ല, ഇപ്പം മെക്കാർത്തി വാസിസമേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് കണ്ടമാനം തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരും നുഴഞ്ഞു കയറി. ഇപ്പം നമ്മുടെ ഗോവിന്ദനൊക്കെ അല്ലേ, MP ഗോവിന്ദനൊക്കെ ഇടയ്ക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലൊക്കെ പോയിരുന്നു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് തുടങ്ങാൻ പോയതാ. അല്ലാണ്ട് ഇയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനോ? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല അയാൾക്ക്. അമേരിക്കയിലോ ബ്രിട്ടനിലോ കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ല. അയാൾ അവിടെ പോയി സഹാക്കൾ ഉണ്ടാക്കുക, ഫണ്ട് സ്വരൂപിക്കുക, പിന്നെ അവിടെ എന്തെങ്കിലും കലാപം ഉണ്ടാക്കാൻ നോക്കുക. ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് അമേരിക്കയിൽ സിലിക്കോൺ വാലിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമുണ്ട്. അദ്ദേഹം US സിറ്റിസനാണ്. ഇടയ്ക്ക് വരുമ്പോൾ എന്നെ കാണാൻ വരും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ എന്നോട് ഒരു കഥ പറഞ്ഞു. അദ്ദേഹം കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരു വ്യവസായ മന്ത്രിയെ കാണാൻ പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒന്ന് പോയി മിനിസ്റ്ററൊക്കെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ AKG സെൻറ്ററിൽ പോയി വ്യവസായ മന്ത്രിയെ കണ്ടു. ഞാൻ വർഷം പറയുന്നില്ല, ഏത് ടേമാന്ന് പറഞ്ഞ ആളെ മനസ്സിലാവും. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ സന്തോഷം. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യവസായ മന്ത്രി പറയുന്നതെന്നറിയോ, ഞങ്ങളെയൊക്കെ ഒന്ന് കൊണ്ടുപോകാം അമേരിക്കയ്ക്ക്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ്. ഒരു കേരളത്തിലെ വ്യവസായ മന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നത ബോഡിയിൽ ഉണ്ടാവണമല്ലോ. ഞാൻ പറയാം, അല്ല ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകും അമേരിക്കയ്ക്ക്, എന്നെ ഒന്ന് കെട്ടിയെടുക്കുക അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞു എന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഇത് പറയുന്നതൊന്നും അവർ പ്രവർത്തിക്കുന്നത് വേറൊന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഈ കത്തോലിക്ക സഭ അതിനുശേഷം 1978 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൊറാർജി ദേശായി ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ കൊണ്ടുവന്നു. അതിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് അവർ വത്തിക്കാൻ്റെ CIA സഹായം തേടിയിരുന്നു, നടപ്പിലാക്കി. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പാറ്റാ സമരം എന്നുള്ള പേരിൽ നടക്കുന്നത്. പാറ്റാ സമരം, പിന്നെ FCRAക്കെതിരായിട്ടുള്ള FCRAക്കെതിരാണ് പാറ്റാ സമരം, അമേരിക്കയിൽ നിന്ന് വന്നതാണല്ലോ. അതെ. അപ്പൊ പിന്നെ ഇതെല്ലാം വിശാലമായി പഠിച്ച് ഒരു നിലപാട് എടുക്കേണ്ടതായിരുന്നു ഈ വിധിയിൽ. അല്ല, പ്രത്യേകിച്ച് FCRAയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഇത്ര വലിയ വിവാദത്തിൽ നിൽക്കുമ്പോൾ ഈ സമരക്കാർക്ക് സമരം സംഘടിപ്പിച്ചത് കേരള ലാത്തിൻ കാത്തലിക് അസോസിയേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അച്ഛന്മാരാണ് അവിടെ സമരം നടത്തിയതും ഗുണ്ടായിസം കാണിച്ചതും ലോഹമടക്കി കുത്തി തെറി വിളിച്ചതും. അങ്ങനെ ഇരിക്കെ അവർക്ക് സഹായം ചെയ്ത ആ സമരം വലിയ വയലൻസിലെത്തിയ കാര്യം ഓർമ്മിക്കാതെയോ അല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് വെച്ചിട്ടോ ഈ പണം അവർക്ക് കൊടുത്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞുള്ള വിധി അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. വിധി പ്രഖ്യാപിച്ച ജഡ്ജിന് തന്നെ അറിയാം അത് സുപ്രീം കോടതിയിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ വിധി ഡീറെയിൽ ചെയ്യപ്പെടും, അദ്ദേഹത്തിൻ്റെ വിധി തള്ളിക്കളയും എന്നുള്ളവർ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇതിന് അപ്പീലുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോവും. ഈ കേരള ഹൈക്കോടതി വിധി അതോടുകൂടി സുപ്രീം കോടതി റദ്ദാക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം അറിയില്ലേ സുനിലിന്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടുത്തെ കന്യാകുമാരി കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കന്യാകുമാരി. കന്യാകുമാരിയിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം വരികയാണെങ്കിൽ അത് ഒരു ആഗോള ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട് മാറാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടായിരുന്നു. കന്യാകുമാരിയിലേക്ക് വിമാനത്താവളം ഇന്നേ വരെ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ പുറകിൽ കളിക്കുന്ന സഭയാണ്. കാരണം കന്യാകുമാരിയിലെ 100% ക്രൈസ്തവരാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ ആ അമ്പലത്തിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ക്രൈസ്തവരാണ്. കത്തോലിക്ക സഭയും ലത്തീൻ കത്തോലിക്ക സഭയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡോമിനൻറ്റ് ഫോഴ്സ്. നേരത്തെ അങ്ങ് പറഞ്ഞുല്ലോ ഇടുന്തിക്കരൈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് അത് ഫൈനാൻസ് ചെയ്യാൻ കാരണം എന്താ? അവർക്കവിടെ നിർബാധം മറ്റേ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം. ആ ഏരിയയിലുള്ള യുവാക്കളും എല്ലാവരും അവരുടെ കീഴിൽ അവരുടെ ഓർഡർ അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറണം. അതുകൊണ്ടാണ് അവിടെ ഒരു പുരോഗതിയും വരരുത് എന്നുള്ള രീതിയിൽ അവർ ഈ തിരുനെൽവേലിയിലുള്ള കുടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ സമരം ചെയ്ത്. സുനിലിന് അറിയോ, ആ കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഈ പ്ലാന്റ് പണിയാൻ തീരുമാനിച്ചിരുന്ന സ്ഥലം മുഴുവൻ വെറും മരുഭൂമിയായിരുന്നു. ഒരു പുല്ല് പോലും മുളയ്ക്കില്ലായിരുന്നു. അവിടെ കടൽ തീരത്താണ്. അവിടുത്തെ ചൂട് ഭയങ്കരമാണ്. തിരുനെൽവേലിയിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള 2 സ്ഥലമാണ് തൃശ്ശിനാപ്പള്ളിയും തിരുനെൽവേലിയും. തിരുനെൽവേലിയിൽ ഒരു മരം പച്ചപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവിടെ പോവുകയാണെങ്കിൽ യു വിൽ സീ വൺ എറ്റേണൽ ഗ്രീൻ ഗാർഡൻ. അതേപോലെയാണ് അവർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് എത്രമാത്രം കെയർഫുള്ളായിട്ട് വർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഒരു പച്ചപ്പ് എന്നും പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു പൂന്തോട്ടം സ്ഥാപിക്കാനായിട്ട് മരങ്ങളും
മറ്റേ ചെടികളും ഇതെല്ലാം കൊണ്ട് അവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടെന്ന് ആൾക്കാർ അറിയണം. ആ ടവറിൻ്റെ ഇത് കാണുമ്പോഴാണ്, ഡോം കാണുമ്പോൾ. ഗ്ലോബ് കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ആർക്കും അറിയില്ല അവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടെന്ന്. അത്രമാത്രം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്രാസിനടുത്താണ് മദ്രാസ് ആറ്റമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കത്ത്. ഈ മദ്രാസിൽ 38 ഡിഗ്രി 40 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പോൾ കൽപ്പാക്കത്തെ പരമാവധി ചൂടെന്ന് പറയുന്നത് 30 ഡിഗ്രി തൊട്ട് 32 ഡിഗ്രിയാണ്. എന്താ വ്യത്യാസം? അവിടെ മരം വെച്ച് പിടിപ്പിച്ച് കംപ്ലീറ്റ് ഫോറസ്റ്റേഷൻ നടത്തിയിരിക്കുകയാണ് അവരവിടെ. അവിടെ പല വന്യമൃഗങ്ങൾ വരെ ഉണ്ട് അതിനകത്ത്. അത് ശരി. ആ, ഞാൻ അവിടെ പോയി കണ്ടതാണ്. ഞാൻ അതിനെ പോയി കാണുകയും എഴുതുകയും ചെയ്തതാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാമോ, ആറ്റമിക് എനർജി കമ്മീഷനിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിലർ വരും. അവർ പറയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ന്യൂക്ലിയർ സയൻസിനെ കുറിച്ച് ഒരു വക അറിയാനുണ്ടാവില്ല. പറയണത് ഞാൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ കുഞ്ഞിരാമൻ ഇങ്ങനെ പറഞ്ഞു, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ തോമസ് ഊട്ടി ഇങ്ങനെ പറഞ്ഞു. ഇതിന് ഒതൻറ്റിസിറ്റി കിട്ടും. ഇപ്പോൾ ന്യൂക്ലിയർ ആർക്കിൽ ജോലി ചെയ്ത കുമാർ ചെല്ലപ്പനാണ് ഈ പറയുന്നത്. ഞാൻ 5 വർഷം വർക്ക് ചെയ്തത് ന്യൂക്ലിയർ ലബോറട്ടറിയിലാണ്. അവരുടെ എന്താണ്, ഞാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ പ്ലൂട്ടോണിയം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി പത്രക്കാരൻ ഞാനായിരിക്കും. അപ്പം ഞാൻ കഥകളൊക്കെ പിന്നീട് പറയാം. അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ അതേപോലെ വേറൊരു കാര്യമുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ അറിഞ്ഞില്ലേ, ഇപ്പോൾ കാർ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു വലിയ പോർട്ട് പണിയാനും എയർപോർട്ട് വരാനും ഒക്കെ പ്ലാൻ ചെയ്തു. അതിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി എതിർത്ത് തേരാപ്പാര പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന് ഫലമുണ്ട്. അവിടെ പോർട്ട് വരുന്നത് ചൈനയ്ക്ക് ഭീഷണിയാണ്. അതൊന്ന്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഇടി കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ഉടമസ്ഥന്മാരുടെ സംഘടന കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുകയാണ്. അവിടെ 7 നക്ഷത്ര ഹോട്ടലുകളും 5 നക്ഷത്ര ഹോട്ടലുകളും പണിയാൻ അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം വളരെയധികം ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണ് കാർ നിക്കോബാർ ഐലൻഡ്സ്. ഇവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ കണ്ടുപോകാനും റൂംസ് ആവശ്യമുണ്ടാവും, ഫ്ലൈറ്റ് ക്രൂസിന് റൂം ആവശ്യമുണ്ടാവും. നമ്മളുടെ എന്താ മറ്റേ താമസിക്കുമ്പോൾ അവർക്ക് റെസ്റ്റ് ആൻഡ് ലെഷറിന് വേണ്ടിയിട്ട്. അതേപോലെ കണ്ടുപോകാനും പേര് ഇവിടെ സ്കൂബ ഡൈവിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഒരു കാരണവശാലും ഈ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്തത് ഇവിടെ 5 നക്ഷത്ര ഹോട്ടലുകളും അതേപോലെ സൂപ്പർ സ്റ്റാർ ഡീലക്സ് ഹോട്ടലുകളും വരണം എന്ന് ആവശ്യപ്പെട്ടിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് FHRA കേന്ദ്ര ഗവൺമെൻറ്റിന്. ഏതായാലും നമുക്ക് ഈ വിധി കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ കേന്ദ്രം സുപ്രീം കോടതിയിൽ പോകുമോ, സുപ്രീം കോടതി അത് റദ്ദാക്കുമോ എന്നുള്ള വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കാം. അറിയുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളോട് പറയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.